ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ വിഷയം ശിവഗിരി നാമം. ഗുരുദേവൻ വർക്കലയിൽ എത്തുമ്പോഴെല്ലാം കൈതക്കോണത്തെ ഏതെങ്കിലും ഒരു കുന്നിൽ കുറേ നേരം ഇരിക്കുമായിരുന്നു. വളരെ നേരം അവിടുത്തെ ഏകാന്തതയിൽ ഇരിക്കുവാൻ ഗുരുവിന് വളരെ ഇഷ്ടമായിരുന്നു. അക്കാലത്ത് ആരുമായിട്ടും വലിയ ചങ്ങാത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുവിനെ പറ്റി കൈതക്കോണത്തുള്ളവർക്ക് ആർക്കും അറിയുകയും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വാമി കുന്നിൻ്റെ മുകളിൽ വന്ന് ഇരിക്കുന്നത് നാട്ടുകാർ പലരും കാണുകയുണ്ടായി. അവർ തമ്മിൽ തമ്മിൽ ഇക്കാര്യം പറഞ്ഞെങ്കിലും ആർക്കും അടുത്ത് ചെന്ന് ആരാണ് എന്ന് ചോദിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സന്ദർശന വേള വല്ലപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്ന ഉസ്മാൻ പിള്ള പോലും ഗുരുദേവൻ ആരാണ് എന്ന് ചോദിച്ചിട്ടില്ല. എങ്കിലും അഞ്ചുതെങ്ങിലും കായിക്കരയിലുമൊക്കെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ ഒരു സ്വാമിയാണെന്ന് മാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ. ഒരു ദിവസം പതിവ് പോലെ കൈതക്കോണത്തെ കുന്നിലെത്തി. അവിടെ വലിയൊരു മരത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയായിരുന്നു. ആ കുന്നിൻ്റെ അടിവാരത്തായിരുന്നു കൊച്ചാപ്പി ആശാന്റെ വീട്. കൊച്ചാപ്പി ആശാൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു പ്രമാണിയായിരുന്നു. അന്ന് കൊച്ചാപ്പി ആശാന്റെ വീട് ഓലകെട്ടി മേയുന്ന ദിവസമായിരുന്നു. ജോലിക്കാരുടെ വിളിയും ബഹളവും പൊടിപടലവും എല്ലാം കൊണ്ട് ഗുരുവിന് അവിടെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടി തോന്നി. അതുകൊണ്ട് അപ്പുറത്തെ വലിയ കുന്നിൻ്റെ മണ്ടയിലേക്ക് അവിടെ പോയിരുന്നു. അത് ശങ്കു എന്ന ഒരാൾ കണ്ടു. അയാൾ ഓടി കൊച്ചാപ്പി ആശാന്റെ അടുത്തെത്തി ആശാനോട് പറഞ്ഞു, ആശാനെ, പാടത്തിനടുത്തുള്ള ചെറുകുന്നിൽ ഒരു വളരെ നേരമായി ഒരാൾ അനങ്ങാതെ ഇരിക്കുന്നു. വെള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. ആശാൻ ശങ്കുവിനോട് ചോദിച്ചു, നിനക്ക് ആളിനെ അറിയില്ലേ? ഇവിടെയെങ്ങും വെച്ച് മുമ്പ് കണ്ടിട്ടുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. കൊച്ചാപ്പി ആശാൻ ഉടനെ പറഞ്ഞു, അത് നാരായണ ഗുരുദേവനാണ്. കൊച്ചാപ്പി ആശാൻ ജോലിക്കാരെയും കൂട്ടി ആശാന്റെ അടുത്തേക്ക് ഓടി. അടുത്ത് ചെന്ന ആശാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പഴവും കാച്ചിയ പാലും കുറച്ച് ചുട്ട കിഴങ്ങുമായിട്ട് ഗുരുദേവൻ്റെ അടുക്കൽ ചെന്നു. ഗുരുദേവൻ്റെ അടുക്കൽ കൊണ്ട് കാഴ്ച വെച്ചിട്ട് ആശാൻ മാറി ദൂരേക്ക് നിന്നു. ഗുരുദേവൻ അതിൽ നിന്നൊരു പഴം എടുത്ത് കഴിച്ചു. അതിനുശേഷം ഒരു പഴം എടുത്ത് കൊച്ചപ്പി ആശാനും കൊടുത്തു. അപ്പോഴേക്കും കാട്ടുവിളാകത്ത് മാധേവൻ എന്ന ആളും ഓടി അവരുടെ അടുക്ക എത്തി. കൊച്ചപ്പി ആശാൻ പറഞ്ഞു, ശിവരാത്രിക്ക് അരുവിപ്പുറത്ത് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഗുരുദേവൻ പറഞ്ഞു, അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഗുരുദേവൻ പറഞ്ഞു, അവിടം അവർക്ക് കൊടുത്തു. നമുക്ക് പല മിത്രങ്ങളും ഉണ്ട്, ആരുടെയും വീട്ടിൽ താമസിച്ചുകൂടാ. ആ കുന്നിൻ്റെ മുകളിൽ ഒരു മാടം എനിക്ക് കെട്ടിത്തരാമോ? അത് ഓല കൊണ്ടായാലും മതി. അടുത്ത ദിവസം തന്നെ കൊച്ചപ്പി ആശാനും മാധേവനും കൂടി മറ്റുള്ള ആൾക്കാരെ കൂട്ടി ഇന്ന് സമാധി മണ്ഡപം ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് തെങ്ങിൻ തടിയും ഓലയും കൊണ്ട് ഒരു കൊച്ചു മാടം കെട്ടിയുണ്ടാക്കി. അതോടെ ഗുരുദേവൻ ഇവിടെ സ്ഥിരമായി വിശ്രമിക്കാൻ തുടങ്ങി. 1904 ആയിരുന്നു അത്. ഗുരുദേവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ധാരാളം ഭക്തർ ഗുരുവിനെ കാണാൻ ഇവിടെ എത്തിത്തുടങ്ങി. ഒരു ദിവസം സമീപത്തുള്ള ഒരു ഭക്തൻ ഗുരുവിനെ വണങ്ങിയ ശേഷം പറഞ്ഞു, ഒരു അപേക്ഷയുണ്ടെന്ന് അറിയിച്ചു. എന്താണ് അപേക്ഷയെന്ന് ഗുരുദേവൻ ചോദിച്ചു. അപ്പോൾ അയാൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ ഈ സ്ഥലത്തിന്, ഈ കുന്നിന് ഒരു പേര് നൽകണം. അത് കേട്ടപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, കൊള്ളാമല്ലോ, സ്ഥലനാമം ആവശ്യമാണ്. നാം ശിവനെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. ശിവനെ നമുക്ക് മറക്കാനാവില്ല. എന്നാൽ ശിവൻ അവിടെ വസിക്കട്ടെ. നമുക്ക് ഈ സ്ഥലത്തിന് ശിവഗിരി എന്ന് നാമകരണം ചെയ്യാം. എന്താ വൈദ്യരെ, പോരെ? ശിവഗിരി എന്ന പേരിൻ്റെ ചരിത്രം ഇതാണ്. ഈ സമയത്ത്
1979 മേടമാസത്തിലെ വിവേകോദയം മാസികയിലെ ലക്കത്തിൽ കുമാരനാശാൻ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഇങ്ങനെയായിരുന്നു: ഗുരുസ്വാമി അവർകൾ ശിവരാത്രിയോടുകൂടി അരുവിപ്പുറം വിട്ട് ഇപ്പോൾ വർക്കല ഇരിക്കുകയാണ്. പ്രസിദ്ധമായ വർക്കല തുരപ്പിനടുത്തുള്ള ഒരു കുന്നിൽ ഒരു മഠം സ്ഥാപിക്കുന്നുണ്ട്. ആ കുന്നിനോട് ചേർന്ന് ഒരു കൃഷിത്തോട്ടം ഏർപ്പെടുത്തി. അതിൽ പല വക സസ്യങ്ങൾ സമൃദ്ധമായി കൃഷി ചെയ്തു വരുന്നു. സ്വാമിക്ക് ആ മഠത്തെ ഒരു സ്ഥിര ആശ്രമം ആക്കണമെന്ന നിലയിൽ ആഗ്രഹമുണ്ട്. ആ നിലകൊണ്ട് വരാൻ ഉദ്ദേശമുണ്ടെന്നും ഇടവമാസം 10-ാം തീയതി കഴിഞ്ഞേ അരുവിപ്പുറത്തേക്ക് സ്വാമികൾ മടങ്ങി വരുള്ളൂ എന്നും അറിയിച്ചു. ആത്മസഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുരുവോ.